ലാൽ സലാം സഖാക്കൾ. ഒരു നിമിഷം, മുറിവേറ്റ് വേണം നമ്മുടെ പടനായകൻ ഇതാ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വന്നിരിക്കുന്നു. ഇനി തുടങ്ങാം നമുക്ക് പടയോട്ടം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അതി നയനാർ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഏതായാലും അച്ഛൻ പണ്ട് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഭർത്താവിന്റെ കയ്യും പിടിച്ച് തിരിച്ചു കയറണം എന്നുള്ള ഇന്നയുടെ വാശി നടന്നു. ഇതൊരു തുടക്കം മാത്രം. ഈശ്വരന്മാർ മാത്രമുള്ള ഇന്നയുടെ മനസ്സിന്റെയും ഈശ്വരന്മാരില്ലാത്ത ഈ ഞങ്ങളുടെ മനസ്സിന്റെയും ലക്ഷ്യം ഒന്നാണ്. ഇന്ദുവിന്റെ ഇഷ്ട ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് അകത്ത് കയറിക്കോളൂ. വലതുകാലം വെച്ച് കയറണമായിരുന്നു. തല്ലി ഒടിച്ച വലതിന്റെ ഐശ്വര്യം കൂടി ഇപ്പൊ ഇടതിനാടും. കീഴടക്കി മുന്നേറാൻ ഈ ഇടത് തന്നെ ധാരാളം. സ്വന്തം എന്ന വാക്ക് പോലും നഷ്ടപ്പെട്ടവളാണ് ഞാൻ. അതിലും വലിയൊരു ദുഃഖം കൂടി എനിക്കിനി വരുത്തരുത്. ഒന്നും വേണ്ട, കഴിഞ്ഞതെല്ലാം ഞാനൊന്ന് മറന്നിരുന്നെങ്കിൽ അല്ലേ? ഇല്ല ഇന്ദിരെ, നീ വിളിക്കുന്ന ഒരു ഈശ്വരനും കഴിയില്ല അവന്റെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ. ആർഡിയുടെ മനസ്സിലെ തീ കെടുത്തരുത്. ആ തീയുടെ ചൂടാണ് ആർഡിയുടെ ശക്തി. അതില്ലെങ്കിൽ പിന്നെ ആർഡിയില്ല. ആ ആദേശം കേൾക്കുന്നില്ല. വെൽക്കം ടു ദിസ് ഗ്രേവ്യാർഡ് മിസ്റ്റർ DG. അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ കണ്ടതാ ഞാൻ ഈ തിരുമുഖം. പിന്നെ ഈ ദർശനത്തിന് ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. ഒരുപാട് താമസിച്ചുപോയി എന്നറിയാം. രണ്ടാം വരവ് സാറിന്റെ തലയ്ക്ക് മുകളിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങയുടെ തലയിൽ കാൽ വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഞാൻ അത്രയും ഉയരത്തിലെത്തണമല്ലോ. സഖാവ് കൃഷ്ണമൂർത്തി, ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആൻഡ് പേഴ്സണൽ അഡ്വൈസർ. ഐ മീൻ ചാണക്യൻ. വല്ലാതെ വേർത്ത് പോയല്ലോ പിള്ളേച്ച. ആ BP ഷുഗറും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത്. ഇനി അങ്ങോട്ട് ഒരുപാട് വേർക്കാനുള്ളതാ. വെള്ളമല്ല, ചോര. സാർ ഇരിക്കണം. നോ താങ്ക്സ്. സാറിന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും? DGPക്ക് തൊണ്ടയൊക്കെ വരണ്ടു തുടങ്ങി അല്ലേ? ആർഡി, സോറി സാർ. വേണ്ട, തിരുത്തണ്ട സാർ. പണ്ട് രഹസ്യമായും പരസ്യമായും എന്നെ വിളിച്ചിട്ടുള്ള തെറികളൊക്കെ തന്നെ വിളിച്ചാൽ മതി. 1-2 വർഷങ്ങൾക്ക് മുമ്പ് കേരള പോലീസിലെ കനകസിംഹാസനങ്ങൾക്ക് താഴെ സാറെന്ന് വിളിച്ച് സല്യൂട്ട് ചെയ്തു നിന്നിരുന്ന ഒരു ഒബീഡിയന്റ് ഓഫീസറെ സാറിനറിയും. അവന്റെ സമയമൊന്ന് ഇരട്ടി വെളുത്തപ്പോ അവനെ തന്നെ സാറെന്ന് വിളിച്ച് പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തേണ്ട ഗതികേട് വരിക. അതും കേരള രാഷ്ട്രീയത്തിലെ ശക്തൻ തമ്പുരാക്കന്മാർ മാത്രം ഇരുന്നിട്ടുള്ള ഒരു കസേര. ഞാനാണെങ്കിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും. വല്ല ഗതിയും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാലം കഴിയുന്നതുവരെ പോടാ പുല്ലേന്ന് പറഞ്ഞ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് മാറി നിൽക്കും. അല്ലെങ്കിൽ രാജി എന്ന 2 അക്ഷരം നീട്ടിയെഴുതി അവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അവന്റെ രണ്ടാം വരവിന്റെ വെടിക്കെട്ട് അവസാനിപ്പിച്ചിരിക്കും. ഇല്ല പിള്ളേ, നിങ്ങളത് ചെയ്യില്ല. ഞാനത് സമ്മതിക്കില്ല. ഐ വോണ്ട് യു ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. എന്തോന്നാടോ പെട്ടിക്കകത്ത്? വല്ല ക്ഷൗരക്കത്തിയോ സാങ്കല്ലോ വല്ലോ ആണോ? അല്ല സാർ, സാർ ആവശ്യപ്പെട്ട പോലെ കമ്മീഷൻ മയാപ്പിള്ള കേസ് ഡയറിയും വീഡിയോ ടേപ്പും ഇതിനകത്തുണ്ട് സാർ. മഗസ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. മായാപ്പിള്ള
ആത്മഹത്യ പ്രവണതയുള്ള സ്ത്രീയായിരുന്നു. അത് തെളിയിക്കുന്ന ഡോക്ടർ ശാന്തകുമാരിയുടെ സർട്ടിഫിക്കറ്റും ഇതിനകത്തുണ്ട് സാർ. ആഹേ, ശാന്തകുമാരി ഗൈനക്കോളജിസ്റ്റ് അല്ലേ? അതെ. തന്റെ വീക്ക്നെസ് അതെ. എടോ, ഈ കണ്ണി കണ്ട വയറ്റാറ്റുകളുടെ അല്ലാതെ ഏതെങ്കിലും തലയ്ക്ക് സ്ഥിരതയുള്ള സൈക്കാട്രിസ്റ്റിന്റെ ലെറ്റർ ഹെഡിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൻ തന്നെ കൊണ്ട് പറ്റിയില്ല. ഈ ചെത്ത് പിള്ളേർ കരുത്തേക്കെടുത്തുകൊണ്ട് പുലിത്തലയല്ല സാറിന് തോളത്തിരിക്കുന്നത്, അശോക സംഭവം. അതിനൊരു വിലയുണ്ട്, അത് അണിയുന്നവന്റെ വില. അത് സാറിനില്ല. തണുത്തതെന്തെങ്കിലും ഒന്ന് പോണോ? സേവിയർ, തിയേറ്റർ റെഡിയല്ലേ? സർ, സംഭവ ദിവസം രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ മായാപ്പിള്ളയുടെ വീട്ടിൽ കയറി ചെന്നത്? ഏകദേശം ഒരു 12 മണിക്ക്. അല്ല, CM-നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. CM അല്ല, ഈ കേസ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിലെ സേവിയറും ടീമുമാണ്. ചോദിക്കുന്ന ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ചോദ്യം പറഞ്ഞു തരുന്നത് പോലീസ് മന്ത്രി തന്നെ. രാത്രി 12 മണിക്ക് സാർ ആ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് സാർ തന്നെ ഇപ്പൊ പറഞ്ഞു. അതേ രാത്രി 1:30-നാണ് മരണം നടന്നിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ തന്നെ സാറിനെ കസ്റ്റഡിയിലെടുക്കാൻ ഈ മൊഴി ധാരാളം. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയെന്നാ ഞാൻ പറഞ്ഞത്. CM വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുക. സാറ് രാത്രി തന്നെ ആ വീട്ടിൽ പോയിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിക്കാൻ സാറിന്റെ ഈ തെളിവുകളില്ലല്ലോ. പിന്നെ പിറ്റേന്ന് മായാപ്പിള്ളയുടെ വീട്ടിൽ വെച്ച് ഞാൻ സാറിനെ കാണുമ്പോ ഉച്ചയ്ക്ക് 12 മണിയായിരുന്നില്ല, രാവിലെ 8:30 മണിയാണ് അല്ലേ? ഏഴ് 10-ന് മായാപ്പിള്ളയ്ക്ക് മാത്രമേ ജീവനില്ലാതെ പോയിട്ടുള്ളൂ. ഓടുന്ന അവരുടെ ടൈം പീസിൽ സമയം 7:10. അപ്പൊ സാറ് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 12 മണിയല്ല, 7:10-നും സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഇതുപോലെ. അതിനും മുമ്പ് രാത്രി 12 മണിക്കും സാർ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും. അവൻ അവന്റെ ഉണ്ണിപ്പൂ കാണിച്ചപ്പോ താനങ്ങ് വരണ്ടു പോയി അല്ലയോ? ആദ്യ റൗണ്ടിൽ തന്നെ അവന്റെ അപ്പീൻ തിന്നേച്ച് വന്നു നിൽക്കുന്നത് മക്കുണ. പണ്ട് രാജനിലയത്തിൽ കിടന്ന് വാത്സ്യായനം കളിച്ചത് XMPക്ക് ഓർമ്മയുണ്ടോ? അന്ന് വിരുത്തന്മാർ രണ്ടിനെയും കൂടി കയ്യോടെ പൊക്കിയപ്പോൾ അവിടുന്ന് ഊരിക്കൊണ്ട് പോരാനും ഗീതോപദേശം കൊടുത്തവളെ രായ്ക്ക് രാമായണം തീവണ്ടി കയറ്റി അയക്കാനും ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആരുടെ ഉണ്ണിപ്പ് കണ്ടിട്ടാണ് ഇദ്ദേഹം മുറിയുടെ മൂലയ്ക്ക് അപ്പിയിട്ടതും പിന്നെ പെടുത്തതും? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? മുണ്ടാനൊന്നുമില്ല, മുണ്ട് മുറുക്കി കളിക്കാനാ പോണേ. എന്ത് കളിയാ? കോലി കളിയാ? നിങ്ങളൊന്ന് കാര്യം പറയണ്ട മുസ്ലിയാരെ. അതിന് ഞമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. കേരളം കത്തണം. വടക്ക് നിന്ന് തെക്ക് വരെ ഞമ്മളെ വക ഒരു പദയാത്ര. ഏത് കാസർഗോഡ് നിന്ന് പാറശാല വരെ നമ്മൾ നടന്നു തീരുമ്പോ ഓന്റെ കമ്മ്യൂണിസ്റ്റ് കസേര ഒടിയും. മനസമാധാനായിട്ട് മുഖ്യമന്ത്രി കസേരമേൽ ഇരുന്ന് നാട് ഭരിക്കൂല. വളവളാന്ന് വായിട്ടടിക്കാതെ കാര്യങ്ങൾ എങ്ങനെ നടത്തുമെന്ന് പറ. ഇജ്ജ് കേക്കുമോനെ, മൗലവിയുടെ തിരോധാനം, തിരൂരങ്ങാടി ഗഫൂറിന്റെ പുതിയ ഖുർആൻ വ്യാഖ്യാനം, പിന്നെ കാലടിയില് സ്വാമിമാർക്ക് സംസ്കൃതത്തിനൊരു സർവകലാശാലയൊക്കെ ആവാമെങ്കിൽ ഗുരുവായൂരിലോ ശബരിമലയിലോ ഞമ്മക്കും വേണം ഒരു അറബി കലാശാല. ഏത് മലബാറിൽ തുടങ്ങാൻ ആദ്യം വെടി. ആ ഞങ്ങൾ തന്നെ നയിക്കണോ ആ പദയാത്ര? തൃശ്ശൂരും കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ പദയാത്രക്കെതിരെ നാടൻ ബോംബ് എറിയാൻ നമുക്ക് ആളെ ഏർപ്പാടാക്കാം. എന്താ മുസ്ലിയാരെ? യാതൊരു മുമ്പിൽ ഞമ്മളെ നിൽക്കണത്. ഞമ്മളെ തിരിച്ചറിയാവുന്നവർ വേണേ അറിയാനാക്കാൻ. ആ നിസ്കാരത്തലമ്പിന്റെ കീഴില് ഒരു ചന്ദനപ്പൊട്ടും കുങ്കുമം തൊട്ടാ തങ്ങളെ തങ്കപ്പനാവും, മൂസ മുരുകനാവും, മുസ്തഫ മുകുന്ദനാവും. മതി മോനെ, എന്റെ അച്ഛനെയും പെട്ടും. ഗുരുവായൂരപ്പൻ കരിഞ്ഞു കൊടുത്ത പ്രസാദമല്ലേ? നമസ്കാരം സാർ. വലിയ തമ്പുരാൻ തമ്പരാൻ മുകളിലുണ്ട്, വന്നാട്ടെ. ചീഫ് മിനിസ്റ്റർ R.D. നായനാർ സാർ. ഇരിക്കാം.
നമ്മെ ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃപ്തിയായി കേട്ടോ. വരണമെന്നും അവിടുത്തെ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി. നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണാവോ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത്. തന്നെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കണു. ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ? തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു. അതിൽ കനലുണ്ട്, തീക്കനൽ. അത് കെടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം. തകർത്തവൻ ആരായാലും അവൻ തകർന്നതുവരെ പകരം വീട്ടണം. മനസ്സ് മതിയെന്ന് പറയുന്നവരെ ശിക്ഷിക്കണം. പിന്നെ പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിനെ ഇപ്പൊ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കാൻ തമ്പുരാൻ. മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുകയാണ്. തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത്. വേദനിച്ചാലും അങ്ങനെ ശപിക്കാം. ശപിക്കുകയോ? വിജയം നേരുന്നു. ഞാനങ്ങോട്ട് പോയി വരൂ. മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വില നിനക്കറിയില്ല. അറിയാം. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്ന് നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS കാരനല്ല ഇത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി? ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും മന്ത്രിവർഗം വിഡ്ഢികളാ, തന്നെ പോലെ. കൂണുനൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല, അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും, പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം വിത്ത് യുവർ ഫുൾ ആർമി. കാണാം.